ചെന്താമര ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ ഉച്ചയോടെ തന്നെ തെളിവെടുപ്പ് നടത്താൻ പോലീസ് നീക്കമുണ്ട്. ചെന്താമര അല്പസമയം മുൻപാണ് കോടതിയിലേക്ക് എത്തിച്ചത്. വിപിൻ സി വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. വിപിൻ, ഇനി കോടതി നടപടികൾ എത്ര സമയമാണ് നീളുക? 2 ദിവസത്തെ കസ്റ്റഡിയിലെ പോലീസ് ആവശ്യപ്പെടുക? അതെ, 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നതിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസവും തെളിവെടുപ്പ് നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇതാ ഈ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്താമരയെ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റോളം ഈ നടപടിക്രമങ്ങൾ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു തവണ മെഡിക്കൽ എടുത്തു കഴിഞ്ഞു. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇനി കോടതി നിർദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കൂടി എടുക്കും. അത് ഈ ആലത്തൂരിലെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെയായിരിക്കും. ഈ മെഡിക്കലിന് ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കുന്നതേയുള്ളൂ. മറ്റൊരു കേസിൻ്റെ കാര്യങ്ങളാണ് എടുക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ചെന്താമരയുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു 12:30 കൂടി കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം നേരെ ഈ പ്രദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കോടതി പരിസരത്ത് സ്ഥിതിഗതികൾ ശാന്തമാണ്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ അത്തരത്തിലൊരു നാട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ജനരോഷമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇല്ല. ശാന്തമാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. പക്ഷേ അത്രത്തോളം പോലീസ് സുരക്ഷ അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിന് കാരണം ഈ ചെന്താമരയെ പിടികൂടിയ ദിവസം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള ആ പ്രതിഷേധങ്ങളാണ്. അത് നാട്ടുകാരും പോലീസും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അവിടുന്ന് ലാത്തി ചാർജിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായി. ആ കേസിൽ ഇന്നലെ 2 പേരെ പിടിക്കുകയും CPM-ഉം കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ നൽകുന്നതും ഈ തെളിവെടുപ്പ് നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്ര ഏറെ സമയം ഇതിൽ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കാരണം പെട്ടെന്ന് കൊണ്ടുപോയി സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു 10-15 മിനിറ്റ് തെളിവെടുപ്പ് നീണ്ടു നിൽക്കുന്നു, അവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല. ഇത് ശാസ്ത്രീയമായി അവിടെ നിന്ന് പുനരാവിഷ്കരിക്കുന്നതിനുള്ളൊരു സമയം, അതായത് ഏകദേശം ഒരു 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു സമയം അവിടെ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ആ സുരക്ഷയും കൂടി ഒരുക്കണം. അതിനാണ് 3 DYSP-മാരുടെയും 11 CI-മാരുടെയും നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം, ഏകദേശം 400ഓളം പോലീസുകാർ, അതിൽ 100ഓളം വനിതാ പോലീസുകാർ മാത്രം ഈ ഒരു ചെറിയ പ്രദേശത്തേക്ക് എത്തുന്നത്. അസാധാരണമായൊരു സുരക്ഷ തന്നെ ഈ ചെന്താമരയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നു എന്നുള്ളതാണ്. കാരണം കേരളം ഏറെ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നിഷ്ഠൂരമായ 2 കൊലപാതകങ്ങൾ ആണ് നടന്നിട്ടുള്ളത്. ഈ നെന്മാറ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി അതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഏകദേശം 5 വർഷത്തോളം മനസ്സിൽ സൂക്ഷിച്ച പക, ഇതൊക്കെ ഈ കേസിനെ മറ്റ് കേസുകളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ആ പ്രകാരമുള്ള ഒരു സുരക്ഷയോട് കൂടിയുള്ള ആദ്യ തെളിവെടുപ്പിലേക്ക് കടക്കുകയാണ്. പോലീസ് ആ നടപടികളിലേക്ക് കടക്കുന്നു. ജനരോഷം ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതി പിടിയിലായി ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. സാധാരണഗതിയിലായി അറസ്റ്റിലായ ആ സമയത്ത് തന്നെ കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകാറുള്ളതാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നൽകുന്നത്. കാരണം ജനങ്ങളുമായിട്ടുള്ളൊരു പ്രശ്നം ഒന്ന് ഒതുങ്ങട്ടെ എന്നുള്ളത് കരുതിക്കൊണ്ട് തന്നെയായിരുന്നു. അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കാണ് പ്രതി ചെന്താമരയെ. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഈ കുറ്റം ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ 100 വർഷത്തേക്ക് ശിക്ഷിക്കൂ, പെട്ടെന്ന് എത്രപ്പെടും ജയിലിലടയ്ക്കൂ കോടതി എന്നൊക്കെ ഈ ചെന്താമര കോടതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയാൾ പുറം ലോകം കാണില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പോലീസിൻ്റെ ആവശ്യമാണ്. കാരണം ഇനിയാൾ പുറത്തിറങ്ങിയാൽ ഇനി ആൾക്കാരെ കൊല്ലും എന്ന ഭീതി ആ നാട്ടിലുണ്ട് എന്നതുകൊണ്ടാണത്. അപ്പോൾ അതിനനുസരിച്ച് പോലീസിന് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയുമാണ്.